സ്കൂളിന്റെ മതിലിനപ്പുറത്ത് എത്ര ജീവിതങ്ങളാണുള്ളത്. എത്ര ആളുകളാണ് യാത്ര ചെയ്യുന്നത്. മതിലുകൾ ഈ കാഴ്ചകൾ മറയ്ക്കുന്നുണ്ട്. ചില നോട്ടങ്ങൾ ചൂഷണത്തിന് വേണ്ടിയുള്ളതാണ്, ചിലത് സഹാനുഭൂതിയോടെയുള്ളത്. നല്ലതേത്, ചീത്തയേത്? ചൂഷണം ചെയ്യുന്നവരും ഉണ്ടാകാം. പക്ഷേ ആർക്കെങ്കിലും നമ്മുടെ സഹായം ആവശ്യമുണ്ടെങ്കിലോ? നിത്യാന്നല്ലേ പേര്? ഞാൻ ജോന്ന. ഇതാണ് അക്ഷയ്. പിന്നെ ഇത് ആൻലിൻ. അക്ഷയ് എന്തെങ്കിലും കുഴപ്പമൊപ്പിക്കും. പിടിക്കപ്പെടുന്നത് മാടപ്രാവിന്റെ മനസ്സുള്ള ആൻലിനായിരിക്കും. നമ്മുടെ ശിഖ വൈറലായല്ലേ? വേദിയിൽ മമ്മൂട്ടിയെ കെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹം അതേ വേദിയിൽ വെച്ച് തന്നെ മമ്മൂട്ടി സഫലമാക്കി. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അങ്കമാലി ഹോളി ഫാമിലി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരി ശിഖ ഇപ്പോൾ വൈറൽ ശിഖ എന്നാണ് സ്കൂളിൽ അറിയപ്പെടുന്നത്. ഇത് ശിഖയല്ലേ മമ്മൂട്ടിനെ കെട്ടിപ്പിടിച്ച വൈറലായ? ശിഖ ഇപ്പൊ ഇവിടെ വൈറലല്ലേ? ഹായ്, ശിഖയല്ലേ? ഞാൻ നിത്യ. ആണോ? ന്യൂസ് ഫ്രണ്ട് അല്ലേ? എവിടെയാ വീട്? വീട് ഇവിടെ അടുത്ത് തന്നെയാ. ഇത് ഷാൻഡോ. സ്വന്തം പാത്രത്തിൽ നിറച്ചുണ്ടായാലും അടുത്ത പാത്രത്തിൽ കൈയിട്ട് വാരിയാലേ സമാധാനമാകൂ. കുറച്ചുകൂടി വേണോ? ടീച്ചർ എന്നെ കൊല്ലും. എടാ അശ്വിനെ, ഇതൊന്ന് പറഞ്ഞുതരാമോ? ഒന്നും മനസ്സിലാവള്ള. ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പോർട്ടിംഗ് വെർബായി ആസ്കർ ചേർക്കണം. സഗർ ആസ്കർഡ് ഹൗ ഷീ ഗോ ടു സ്കൂൾ. എടാ കഴിഞ്ഞില്ല. ഇതൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് പോയിട്ട് വേറെ കാര്യം. എടാ അശ്വിനെ, ഇതാണ് രാധിക. എപ്പോഴും സംശയ. വെയിറ്റ്. അപ്പൊ ഇപ്പൊ വന്നതാരാ? ഇതാണ് അശ്വിൻ, ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ ലീഡർ. എന്റെ പൊന്നു ശിഖേ, പറഞ്ഞാ വിശ്വസിക്കൂല. ആ പട്ടി ചാടി വന്നതും ഞാൻ ആ കുട്ടീൻ്റെ ഒരു ഒറ്റ തള്ള. കുട്ടി രക്ഷപ്പെട്ടെങ്കിലും പട്ടി പിന്നെ എന്റെ നേർക്കായി. ഞാൻ വിടോ? അടുത്തിരിക്കണ ഒരു കമ്പെടുത്തിട്ട് ഞാൻ അതിന്റെ വായിലോട്ടോട് വെച്ചുകൊടുത്തു. പിന്നെ ആ പട്ടിക്ക് അടയ്ക്കാനും പറ്റല്ല, തുറക്കാനും പറ്റല്ല. അയ്യോ എന്റെ പൊന്നോ, ഇങ്ങനെ തള്ളല്ലേ, സഹിക്കാൻ പറ്റണില്ല. തള്ളല്ലടി മോളെ, റിയാലിറ്റിയാണ്, റിയാലിറ്റി. ഇതാണ് ആദിത്യൻ. തള്ളാണ് മെയിൻ. പറയുന്നത് തമാശയാണെങ്കിലും ആള് മാത്രം ചിരിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെ ആയാലും വി ആർ ലൈക്ക് എ ഫാമിലി. എല്ലാ ദിവസവും ഞങ്ങളിവിടെ ഒന്നിച്ചു കൂടും, തമാശകൾ പറയും, പഠിക്കും. അങ്ങനെ ഈ സ്കൂളിലെ മെയിൻ ഗ്യാങ്.
മതിലാടാനാ നീ ഒന്ന് പോയേ. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. നീ ഒന്നും പറയണ്ട, കേട്ടിട്ട് എന്നെ കൈയും കാലും മറിക്കണ്. ഒന്നാമത് ആ ടീച്ചർമാരുടെ നോട്ടപ്പുള്ളി ഞാൻ. ഇത് ഫുഡ് എടുക്കണ പോലെ അല്ല, മതിലാട്ടാണ് മതിലാട്ടം. ഷേ ശരി, ഇപ്പൊ നമ്മൾ മതിൽ ചാടിയെന്ന് തന്നെ വെച്ചോ, കാര്യം നടക്കോ? 27-ാം തീയതി കലോത്സവം, 26-ാം തീയതി ഫുൾ പ്രാക്ടീസ് ആയിരിക്കും. എല്ലാവരുടെ ശ്രദ്ധ പ്രാക്ടീസിലേക്കായിരിക്കും. എടാ ഉച്ച കഴിഞ്ഞു അറ്റൻഡൻസ് ഇല്ലേ? അതെ, അത് മാത്രല്ല ഞാനും ഷാൻഡോ അക്ഷയും സ്ഥിരം നോട്ടപ്പുള്ളികളാ. അതന്നെ. അത് മാത്രല്ല ഞങ്ങളെ നിരീക്ഷിക്കാനായിട്ടേ CID-മാരെ വരെ നിർത്തിയിട്ടുണ്ട്. അതേടാ. നമുക്ക് ഉച്ചയ്ക്ക് അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങാം. നമ്മളെ ഒരുമിച്ച് കണ്ടല്ലേ കുഴപ്പമുള്ളൂ. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിത്യേനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. അമ്മയാണ് എൻ്റെ എല്ലാം. അമ്മ അറിയാത്തൊരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. മതിൽ ചാടിയിറങ്ങാൻ അമ്മ അറിഞ്ഞ എന്നെ വെച്ചേക്കില്ല. അത് നടക്കില്ല. പക്ഷേ അതെന്താ? അവളെ കൊണ്ടുപോണാരും നടക്കില്ല. നീ കാര്യങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞില്ലേ? അവളെങ്ങാനും മതിൽ ചാടണത് അവളുടെ അമ്മ അറിഞ്ഞ അതോടെ തീർന്നുവല്ല. ഷോ, നീ എന്ത് ചെയ്യും ദൈവമേ. എന്താ ചെയ്യാ? വാ, ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? എടാ സജോ സാറിന്റെ ഫോണാ. വണ്ടി നോക്കിയടാ. വിളിച്ചു വിളിച്ചു. റിങ്ങുണ്ട്. ഹലോ, ഞാൻ സജോ സാറാണേ. നിത്യയുടെ അമ്മയല്ലേ? ഞങ്ങളൊരു അനാഥാലയം കാണാൻ വേണ്ടി പോവാണേ. അപ്പൊ അതിന് ഈ നിത്യ പറയാണ് അമ്മയോട് ചോദിച്ചില്ലെങ്കിൽ അമ്മ അവിടെ ഒന്ന് വഴക്കുണ്ടാകുന്നൊക്കെ പറയാണേ. അപ്പൊ ഞാന് വിട്ടോട്ടെ? ടീച്ചർമാരുണ്ടാവും. ആ ഓക്കെ, ശരി. വേഗം കൊണ്ടെടുത്തോ. ഓ, സംഗതി ഏറ്റവും. എന്റെ മാതാവേ, ഇന്ന് ഞാൻ കുമ്പസാരിച്ച് മരിക്കും. ഇത് സ്റ്റേജ് ഹാള്, നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ബാസ്കറ്റ്ബോൾ കോർട്ടുള്ളത്. ഷാൻഡു, നീ അതുവഴി വേണം വരാൻ. ആദ്യത്തെ നീ സ്റ്റേജ് ഹാള് കൂടി വേണം വരാൻ. അക്ഷയ് നീ LP സ്കൂൾ കൂടി വേണം. അലിന് നീ പഴയ കെട്ടിടം കൂടി വേണം വരാൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല. പിടിക്കപ്പെട്ട നമ്മുടെ സ്കൂളിലെ അവസാന ദിവസമായിരിക്കും. സോ ബി കെയർഫുൾ. ഓക്കെ? ഓക്കെ. അയ്യോ എച്ചമ്മ. ഈ പേനീൻ എടുത്തിട്ടല്ല ആരും കാണല്ലേ. വാടാ. എടാ, നിനക്ക് കെട്ടാൻ വല്ലതും അറിയോ? എടാ,
ഞാൻ സ്കൗട്ടല്ലേടാ. മാറിക്കോ. നിങ്ങളാരും പനില്ലേ? എന്തോ ആടാ. ടീച്ചറെ അങ്ങോട്ട് നോക്കിയേ. നീ എന്തിനാ ഇതിട്ടോണ്ട് നടക്കണേ? ഹലോ, എടാ അറിഞ്ഞ ചേട്ടന്മാര് മുതലാടി. സിറ്റിയിലുള്ള പോലീസുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്കമാലി ടൗൺ സ്കൂളിൽ നിന്നും 9 കുട്ടികൾ മിസ്സായിട്ടുണ്ട്. ഇതിൽ 4 പേർ പെൺകുട്ടികളാണ്. ഹലോ, ആ സാറേ പറയേ. ആ ഉവ്വ, ഞാനിപ്പോൾ വിളിക്കട്ടെ സാറേ. നിന്റെ പേരെന്താ? ആദിത്യൻ. നീ എന്തിനാ ചാടിയേ? സാറേ നിന്റെ അശ്വിൻ. നിന്റെ പേരെന്താ? കുരുത്തക്കേട് കാണിച്ചിട്ട് നിന്ന് കരയുന്നോ? പോയി വണ്ടി കേറ്. നിങ്ങളും കയറ്. പിള്ളേരാകെ പേടിച്ചിരിക്കുക. വഴക്കൊന്നും പറയണ്ട. ഓക്കെ, താങ്ക് യു. നിങ്ങളിങ്ങനെ നിശബ്ദരായിരുന്നിട്ട് കാര്യമില്ല. മീറ്റിംഗ് കഴിഞ്ഞ് HM വരുന്ന വരെയുള്ള സമയമുള്ളൂ. പാരൻസും വരട്ടെ. സാറേ, ചെയ്ത തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി. ഇനി ഒരു ചോദ്യത്തിനും കൂടി നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. വൈ ഡിഡ് യു ഡു ദിസ്? നിങ്ങൾ എന്തിനാ മതിലാടിയത്? എടാ, ഈ പുള്ളിക്കാരനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. പുതിയ വീട്ടുകാരാ? ആ പുള്ളിക്ക് എന്താ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. 10-12 വർഷം മുമ്പുള്ള കഥയാ. മഹാ തെമ്മാടിയായി നടന്ന ഒരുത്തൻ. കഞ്ചാവും മദ്യവും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. ചെക്കൻ നന്നാവൂന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചതാ. എവിടെ നന്നാവാൻ? കഞ്ചാവ് അടിച്ച് ബോധമില്ലാണ്ട് ഭാര്യയെ തല്ലി. 3 വയസ്സുള്ള കൊച്ചിനെ ചുവരിലെറിഞ്ഞു. ഭാഗ്യം കൊണ്ട് ആ കൊച്ചു രക്ഷപ്പെട്ടത്. പിന്നെ ജയിലും 3-4 വർഷം ഡീഅഡിക്ഷൻ സെന്ററും എല്ലാം കഴിഞ്ഞിപ്പോ തിരിച്ചു വന്നതാ. അതിനിടയ്ക്ക് അവന്റെ അമ്മയും മരിച്ചു. കാര്യമായി എന്തൊക്കെ അസുഖങ്ങളുണ്ട്. കഞ്ചാവ് വയസ്സിലെ പ്രതിയല്ലേ. നാട്ടുകാരും തിരിഞ്ഞു നോക്കിയില്ല. ഇനി നിന്നോടായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്റെ മോനെ അയാളെ സഹായിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് ചെയ്തോളണം. അതിനുവേണ്ടി അമ്മയുടെ അടുത്ത് തെണ്ട വരരുത്. വലിയൊരു സഹായി വന്നിക്കണേ. ആദ്യം 2 അക്ഷരം പഠിക്കാൻ നോക്ക്.
ഡാ വന്നേ. ഒന്ന് വിളിച്ചു നോക്കണ. ചേട്ടാ ചേട്ടാ എടാ ഹോസ്പിറ്റൽ കൊണ്ടുകൊണ്ടി വരുമോ? ഞങ്ങൾക്ക് അയാളോട് ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല സാറേ. അയാളെ കാണാനാ സാറേ ഞങ്ങളത് മതിലാടിയത്. അയാളെ കാണാനാണെങ്കിൽ വേറെ എത്ര സമയമുണ്ട് നിങ്ങൾക്ക്? ഈ പെൺകുട്ടികളെ കൊണ്ട് മതിലാടി അവരെ കൂടി കുഴപ്പത്തിലാക്കേണ്ട കാര്യമുണ്ടോ? എന്തൊരു അബദ്ധമാണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ ചെയ്തെന്ന് പറയുന്ന ഈ നന്മ കൊണ്ട് ഈ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല മക്കളെ. എന്തായാലും നിങ്ങളുടെ പാരൻസ് പറ്റേ. സാറേ ഇതോടെ ഒന്നും കേക്ക്. മക്കളെ, ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടേക്ക്? ആ പഴയ കാരുണ്യഭവനത്തിലേക്ക്. അവിടെ ആവുമ്പോൾ 3 നേരം ഭക്ഷണവും മരുന്നും എല്ലാം കിട്ടും. സംസാരിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ സിസ്റ്റേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. അയ്യോ അപ്പച്ചേട്ടൻ പോവാണോ? എത്ര നാളെന്ന് കരുതിയ മക്കളെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുക. ഞാൻ അവരെ വിളിച്ചിരുന്നു. ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. എൻ്റെ മോള്, അവളെ ഒരു നോക്കൊന്ന് കാണണം. അകലെ നിന്ന് കണ്ടാൽ മതി. ഞാൻ അന്ന് ചെയ്ത തെറ്റിന് അവളോട് മാപ്പ് പറയണം. അവളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. നിത്യ എന്ന അവളുടെ പേര്. തെളിവായി എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. എടാ ഇത് നമ്മുടെ നിത്യല്ലേടാ. അവളുടെ അമ്മ സമ്മതിക്കില്ല. രാവിലെ അമ്മ കൊണ്ടുവരും, കൃത്യം 4 മണിക്ക് അമ്മ തിരിച്ചുകൊണ്ടുവിടും. അവധി ദിവസമാണെങ്കിൽ അവൾ അവളുടെ അമ്മയുടെ ജോലി സ്ഥലത്തായിരിക്കും. അയാൾ അവളെ കൊണ്ടുവരുന്ന പ്രയാസാ. പിന്നെ എന്ത് ചെയ്യും? ഇനി ഒറ്റ വഴിയുള്ളൂ, ക്ലാസിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് ചാടണം. അത് മാത്രമേ ഇനി വഴിയുള്ളൂ. ആ അതന്നെ ഇനി വഴിയുള്ളൂ. എടാ അവളുടെ കാര്യം എന്തെങ്കിലും നടക്കുവോ? അശ്വിനെന്തി? ആ എന്തായടാ? അവള് വരുമെന്ന് തോന്നണ്ടേടാ. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ അവള് വരാനൊന്നും പോളാന്ന്. എന്തായി? നമ്മളിപ്പോ എന്ത് ചെയ്യും? അവള് സമ്മതിച്ചു. അയാളുടെ കഥനകഥയൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവളെ പറയാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും? ശരിക്കും സാർ, ഒരു മനുഷ്യൻ ഞങ്ങളോട് അവസാനമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമല്ലേ. ഞങ്ങൾ പിന്നെ അധികം ചിന്തിച്ചില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഈ സ്കൂളിൽ അടച്ചു കെട്ടിയ വാതിലുകൾ മാത്രമല്ല ഉള്ളത്, നിയമപ്രകാരം തുറക്കുന്ന വാതിലുകൾ കൂടിയുണ്ട്. സാർ, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ആ ഗേറ്റുകൾ ഒന്നുകൂടി തുറക്കാൻ പാടില്ലേ? നിയമപ്രകാരം. സിസ്റ്റർ, ഞങ്ങൾ നിത്യയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സിസ്റ്റർ അറിയാലോ. അപ്പോൾ അയാളുടെ അവസാനത്തെ ആഗ്രഹമാണ്. സിസ്റ്റർ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ. തേടാ മോട് സംസാരിച്ച് നോക്കാം.
അങ്കിളും എല്ലാം കഴിച്ചായിരുന്നോ? ദൂരെ ദൂരെ താരം മാരിവിൽ ദൂരം അണയാം മുകിലായി അരികെ മഴവിൽ വഴി തൻ താഴെ തീരാത്ത നോവുമായി തീരാത്ത നോവുമായി വർഷങ്ങൾ പെയ്തു തോരാതെ മുകിലിൻ്റെ നൊമ്പരം തീരാതെ കരിമുകിലിൻ നിഴലിൻ മറയിൽ നിന്നും തെളിയായി വാനിൽ ഉയരേണം നീ എൻ കുഞ്ഞു പൈതലേ എൻ കുഞ്ഞു പൈതലേ എൻ കുഞ്ഞു പൈതലേ. ഓ ആദിത്യ, ഒരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ എന്ത് സുഖല്ലേ? അതെ അതെ, ആ 9C-ലെ രേഷ്മ സീസിന്റെ അച്ഛനും വെള്ളാടി കൂടി ഹോസ്പിറ്റലിലാന്ന് കേട്ടെ. ഇനി അവളെ ഒന്ന് സഹായിക്കണം. ഒരാളവിടെ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ കോമഡി അടിക്കണോടാ. ടീച്ചേഴ്സ്, അവർക്ക് ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കാനല്ലേ പറ്റൂ. ഇനി നന്മകൾ നിയമപ്രകാരം ചെയ്യണം. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇവിടെ നിയമപ്രകാരം തുറക്കുന്ന ഗേറ്റുകൾ ഇനിയും തുറക്കും.